നവകേരള നിർമ്മിതിക്ക് വ്യക്തമായ ചട്ടക്കൂട് നൽകിക്കൊണ്ട് സാധാരണക്കാരുടെ ക്ഷേമത്തിനും യുവതലമുറയുടെ ഉന്നമനത്തിനും ഒരേപോലെ പ്രാധാന്യം നൽകുന്ന വിപ്ലവകരമായ പ്രഖ്യാപനങ്ങളാണ് സംസ്ഥാന ബഡ്ജറ്റിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. ധനവകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി നിയമസഭയിൽ അവതരിപ്പിച്ച ഈ ബഡ്ജറ്റ് പരമ്പരാഗത മേഖലകളുടെ നവീകരണത്തിനൊപ്പം അറിവധിഷ്ഠിത സമ്പദ് വ്യവസ്ഥയിലേക്കുള്ള സംസ്ഥാനത്തിന്റെ പരിവർത്തനത്തെ കൂടിയാണ് അടയാളപ്പെടുത്തുന്നത്. എല്ലാ കുടുംബങ്ങൾക്കും ലഭ്യമാകുന്ന സമാനതകളില്ലാത്ത ആരോഗ്യ പരിരക്ഷ, ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ വിദേശ ആശ്രിതത്വം കുറയ്ക്കാനുള്ള ബൃഹത് പദ്ധതികൾ, കേരളത്തിന്റെ സുദീർഘമായ കടൽ തീരത്തെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്ന മാരിടൈം വികസനം എന്നിവയിലൂടെ സമഗ്രവും സുസ്ഥിരവുമായ ഒരു വികസന മാതൃകയാണ് ബഡ്ജറ്റ് വിഭാവനം ചെയ്യുന്നത്. ചികിത്സാ ചെലവുകൾ സാധാരണ കുടുംബങ്ങളെ കടക്കണിയിലാക്കുന്ന നിലവിലെ സാഹചര്യത്തിൽ രാജ്യത്ത് തന്നെ മാതൃകയാക്കാവുന്ന തരത്തിലുള്ള പ്രഖ്യാപനമാണ് ബഡ്ജറ്റിലെ ഏറ്റവും ശ്രദ്ധേയമായ ഇനം. സംസ്ഥാനത്തെ മുഴുവൻ കുടുംബങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് പ്രതിവർഷം 25 ലക്ഷം രൂപയുടെ പരിരക്ഷ നൽകുന്ന ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി സൗജന്യമായി നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു. ആരോഗ്യരംഗത്ത് വിപ്ലവകരമായ മാറ്റം കൊണ്ടുവരുന്ന ഈ പദ്ധതിയുടെ പ്രാരംഭ ചെലവുകൾക്കായി 10 കോടി രൂപ ബഡ്ജറ്റിൽ മാറ്റിവെച്ചിട്ടുമുണ്ട്. പാവപ്പെട്ടവനെന്നോ ധനികനെന്നോ ഭേദമില്ലാതെ എല്ലാവർക്കും മികച്ച ചികിത്സ ഉറപ്പാക്കാൻ ഇതിലൂടെ കഴിയും. സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന വയോജനങ്ങളുടെ എണ്ണവും അവരുടെ പ്രത്യേക ആവശ്യങ്ങളും പരിഗണിച്ച് വയോജന വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കാൻ 10 കോടി രൂപ പ്രത്യേകമായി വകയിരുത്തി. സ്ത്രീകളുടെയും കുട്ടികളുടെയും ക്ഷേമം മുൻനിർത്തിയുള്ള പ്രിയദർശിനി പദ്ധതിക്കായി 600 കോടി രൂപയാണ് ബഡ്ജറ്റിൽ മാറ്റിവെച്ചിരിക്കുന്നത്. ഇതിനോടൊപ്പം കോവിഡ് കാലഘട്ടത്തിലും അതിനുശേഷവും കേരളത്തിന്റെ ആരോഗ്യരംഗത്തിന്റെ നട്ടലായി പ്രവർത്തിക്കുന്ന ആശാവർക്കർമാരുടെ ഓണററി വിതരണത്തിനായി 78 കോടി രൂപ നീക്കിവെച്ചതും താഴെത്തട്ടിലുള്ള ജീവനക്കാരോടുള്ള ഭരണകൂടത്തിന്റെ പ്രതിബദ്ധത വ്യക്തമാക്കുന്നു. സമീപകാലത്തായി കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ് വിദ്യാർത്ഥികളുടെ കൂട്ടത്തോടെയുള്ള വിദേശ പഠന പ്രവണത. തദ്ദേശീയമായി മികച്ച തൊഴിലവസരങ്ങളുടെയും അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള പഠന സൗകര്യങ്ങളുടെയും കുറവാണ് ഇതിന് പ്രധാന കാരണം. ഇതിന് ശാശ്വതമായ പരിഹാരമായാണ് കേരള നോളജ് വാലി പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ സമഗ്ര നവീകരണത്തിനായി ആകെ 100 കോടി രൂപയാണ് മാറ്റിവെച്ചിരിക്കുന്നത്. വിദേശ സർവകലാശാലകളിലേക്ക് വിദ്യാർത്ഥികൾ വൻതോതിൽ പണമൊഴുക്കി പോകുന്നതിന് തടയിടാൻ ലോകോത്തര നിലവാരത്തിലുള്ള പഠനവും അടിസ്ഥാന സൗകര്യങ്ങളും കേരളത്തിൽ തന്നെ ലഭ്യമാകും. ലോകത്തിലെ ഏറ്റവും മുൻനിര വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായും വിദേശ സർവകലാശാലകളുമായി സഹകരിച്ച സംയുക്ത കോഴ്സുകളും അക്കാദമിക് പ്രോഗ്രാമുകളും കേരളത്തിൽ ആരംഭിക്കും. സംസ്ഥാനത്തെ നിലവിലുള്ള ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും സർവകലാശാലകളെയും അന്താരാഷ്ട്ര തലത്തിലേക്ക് ഉയർത്താൻ പ്രത്യേക മികവിന്റെ കേന്ദ്രങ്ങൾ സ്ഥാപിക്കും. ഇവിടെ അത്യാധുനിക ഗവേഷണങ്ങൾക്കും കണ്ടുപിടുത്തങ്ങൾക്കും ആവശ്യമായ അന്തരീക്ഷം ഒരുക്കും. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് കൂടുതൽ സ്വകാര്യ നിക്ഷേപങ്ങളും വിദേശ പങ്കാളിത്ത വികസനവും സാധ്യമാക്കുന്നതിനായി നിലവിലുള്ള സ്വകാര്യ സർവകലാശാല ബില്ലിൽ കാലോചിതമായ പരിഷ്കാരങ്ങൾ വരുത്തുമെന്ന് മുഖ്യമന്ത്രി ബഡ്ജറ്റ് പ്രസംഗത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. കേരളത്തിന് 590 കിലോമീറ്ററിലധികം നീളമുള്ള വലിയ കടൽ തീരമുണ്ടെങ്കിലും അതിന്റെ സാമ്പത്തിക വ്യവസായിക സാധ്യതകൾ നാം ഇതുവരെ പൂർണ്ണമായി പ്രയോജനപ്പെടുത്തിയിട്ടില്ല. ഈ പോരായ്മ പരിഹരിക്കാനാണ് മിഷൻ സമുദ്ര പദ്ധതിക്ക് ബഡ്ജറ്റ് രൂപം നൽകിയിരിക്കുന്നത്. 400 കോടി രൂപയാണ് ഈ ബൃഹത് പദ്ധതിക്കായി വകയിരുത്തിയിരിക്കുന്നത്. അടുത്ത 5 വർഷത്തിനുള്ളിൽ കേരളത്തെ ലോകോത്തര മാരിടൈം ശക്തിയാക്കി മാറ്റുകയാണ് ഈ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. ഇതിന്റെ ഭാഗമായി കേരളത്തിലെ പ്രധാന തീരപ്രദേശങ്ങളെ തുറമുഖ നഗരങ്ങളായി വികസിപ്പിക്കും. സംസ്ഥാനത്ത് പുതിയൊരു കപ്പൽ നിർമ്മാണ കേന്ദ്രം ആരംഭിക്കുന്നതിനൊപ്പം കേരളത്തിന്റെ സമ്പന്നമായ കടൽ പാരമ്പര്യം ആഗോളതലത്തിൽ പ്രദർശിപ്പിക്കുന്നതിനായി ഒരു അന്താരാഷ്ട്ര മാരിടൈം മ്യൂസിയം സ്ഥാപിക്കും. ഈ വൻകിട വികസന പ്രവർത്തനങ്ങളിലൂടെ തീരദേശ മേഖലയിലെ ജനങ്ങൾക്ക്, പ്രത്യേകിച്ച് മത്സ്യത്തൊഴിലാളി സമൂഹത്തിലെ യുവാക്കൾക്ക് വലിയ തോതിൽ നേരിട്ടും പരോക്ഷമായും തൊഴിൽ ലഭ്യമാക്കാൻ സാധിക്കുമെന്ന് ബഡ്ജറ്റ് വിലയിരുത്തുന്നു. കേരളത്തെ ഭക്ഷ്യോൽപാദനത്തിൽ സ്വയം പര്യാപ്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ കാർഷിക ക്ഷീര മേഖലകൾക്ക് ബഡ്ജറ്റിൽ പ്രത്യേക ഊന്നൽ നൽകിയിട്ടുമുണ്ട്. പരമ്പരാഗത കൃഷിരീതികളിൽ നിന്നും മാറി ഡിജിറ്റൽ അഗ്രികൾച്ചർ, പ്രിസിഷൻ ഫാമിംഗ് തുടങ്ങിയ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് യുവാക്കളെ കൃഷിയിലേക്ക് ആകർഷിക്കാൻ പ്രത്യേക പ്രോത്സാഹന പദ്ധതികൾ നടപ്പാക്കും. ക്ഷീരവികസന മേഖലയുടെ പുരോഗതിക്കായി 102 കോടി രൂപയാണ് ബഡ്ജറ്റിൽ വകയിരുത്തിയത്. നിലവിൽ അയൽ സംസ്ഥാനങ്ങളെ ആശ്രയിക്കുന്ന അവസ്ഥ പൂർണ്ണമായി ഒഴിവാക്കാൻ അടുത്ത 3 വർഷത്തിനുള്ളിൽ സംസ്ഥാനത്തെ പ്രതിദിന പാലുൽപാദനം 1 കോടി ലിറ്ററാക്കി ഉയർത്താമെന്ന വലിയ ലക്ഷ്യമാണ് ബഡ്ജറ്റ് മുന്നോട്ട് വെക്കുന്നത്. ഇതിനായി ക്ഷീര കർഷകർക്ക് സബ്സിഡികളും ആധുനിക ഡയറി ഫാമുകൾ സ്ഥാപിക്കാനുള്ള സഹായങ്ങളും നൽകും. ഈ ബഡ്ജറ്റിലെ പ്രഖ്യാപനങ്ങൾ വെറും സാമ്പത്തിക വിഹിതം വെക്കലുകൾ മാത്രമല്ല, മറിച്ച് കേരളത്തിന്റെ ഘടനയെ മാറ്റാൻ പോകുന്ന ദീർഘവീക്ഷണമുള്ള പദ്ധതികളാണ്. വിദ്യാഭ്യാസം, ആരോഗ്യം, തീരദേശ വികസനം എന്നീ 3 നിർണായക മേഖലകളെ ഒരുമിച്ച് മുൻപോട്ട് കൊണ്ടുപോകാൻ ഇതിലൂടെ കഴിയും. വിഭവ സമാഹരണം കൃത്യമായി നടപ്പിലാക്കിയാൽ ഈ പദ്ധതികൾ കേരളത്തെ ഒരു ആഗോള വികസന മാതൃകയാക്കി മാറ്റും. ചുരുക്കത്തിൽ സാധാരണക്കാരായ ജനങ്ങളുടെ ദൈനംദിന ജീവിത സുരക്ഷ ഉറപ്പാക്കുന്നതിനൊപ്പം തന്നെ നാളെയും കേരളത്തെ ഒരു അറിവധിഷ്ഠിത ഹബ്ബാക്കി മാറ്റാൻ
മാറ്റാനുള്ള വലിയൊരു അടിത്തറയാണ് ഈ സംസ്ഥാന ബഡ്ജറ്റിലൂടെ പാകിയിരിക്കുന്നത്. ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിലൂടെ ജനങ്ങളുടെ ജീവിതത്തിന്റെ സുരക്ഷയും, കേരള നോളജ് വാലിയിലൂടെ തലമുറകൾക്ക് അന്താരാഷ്ട്ര നിലവാരമുള്ള വിദ്യാഭ്യാസവും, മിഷൻ സമുദ്രയിലൂടെ തീരദേശത്തിന് പുത്തൻ സാമ്പത്തിക ഉണർവും നൽകാൻ ഈ പ്രഖ്യാപനങ്ങൾക്ക് കഴിയും. വിഭാവനം ചെയ്തതുപോലെ ഈ പദ്ധതികളെ കൃത്യസമയത്ത് ഗുണഭോക്താക്കളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞാൽ വരും വർഷങ്ങളിൽ കേരളത്തിന്റെ വികസന ചരിത്രത്തിലെ സുപ്രധാനമായ ഒരു നാഴികക്കല്ലായി ഈ ബഡ്ജറ്റ് മാറുമെന്നതിൽ തർക്കമില്ല.